ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം നിഷ്പക്ഷമാണോ എന്ന് കാത്തിരുന്ന് കാണാമെന്ന് പി വി അൻവർ. പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ ആണ് താൻ പരസ്യ പ്രതികരണം നടത്തിയത്. പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടെന്നും പാർട്ടി ഏൽപ്പിച്ച വ്യക്തിക്കാണ് വീഴ്ചയുണ്ടായതെന്നും പി വി അൻവർ 24-നോട്. അംഗം കഴിഞ്ഞിട്ടില്ല എന്ന് പി വി അൻവർ വ്യക്തമാക്കുമ്പോൾ ഒരു തുറന്ന പോരിലേക്ക് തന്നെയാണല്ലേ? അല്ല, പോരൊന്നുമില്ല, ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടം ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, താഴേക്കടയിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. MR അജിത് കുമാറിനെതിരുള്ള ഒരു അന്വേഷണം അത് മുന്നോട്ട് പോകുന്നതിൽ DGP ഒഴികെ മറ്റെല്ലാം അജിത് കുമാറിന് താഴെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം എങ്ങനെ പ്രതീക്ഷിക്കാം? അല്ല, നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് നോക്കാം. എനിക്കതിന് ക്ഷമയുണ്ട്, ഞാനതിൽ വേവലാതിപ്പെടുന്നില്ല, പെട്ടെന്ന് അതിനെ എടുത്തു ചാടുന്നില്ല. നമ്മൾക്ക് അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാനാണല്ലോ ഇതിൻ്റെ പറ്റീഷണർ, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. പൂർണ്ണ സംതൃപ്തിയോടും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടെയാണ് മലപ്പുറത്തേക്ക് തിരിച്ചത്. പിന്നെ നമുക്ക് എപ്പോഴും പൂർണ്ണ സംതൃപ്തിയും വലിയ പ്രതീക്ഷയാണ്, അതിൽ യാതൊരു തർക്കമില്ല. ആ പ്രതീക്ഷയും ആത്മവിശ്വാസവുമായിട്ട് തന്നെ ഈ വിഷയത്തിൻ്റെ എൻഡ് വരെ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പ്രത്യേകിച്ചും പി ശശിക്കെതിരെയും അതോടൊപ്പം MR അജിത് കുമാറിന്റെ പോരാട്ടത്തിൽ പാർട്ടിയുടെ പിന്തുണ അംഗീകുണ്ടോ? ഇല്ല, ഞാൻ ഇത് എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. പാർട്ടി എന്ന് പറയുന്ന ജനമാണ്. ആ ജനം ഈ വിഷയത്തിൽ വളരെ ഗൗരവതരത്തിലാണ് ഇതിരിക്കുന്നത്. ആ ജനം ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്, ആ ജനത്തോടൊപ്പം പാർട്ടി ഉണ്ടാവും. പാർട്ടിയും സർക്കാരിനെയും വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം അൻവർ നടത്തിയത്, പരസ്യമായിട്ടുള്ള പ്രതികരണം. സ്വാഭാവികമായിട്ടും പാർട്ടി സംവിധാനത്തിൽ നോക്കുമ്പോൾ അതും ഒരു തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയല്ലേ? ആക്ച്വലി എൻ്റെ ആക്ഷൻ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് പകരം ആൾറെഡി പാർട്ടി ഫേസ് ചെയ്യുന്ന, പാർട്ടി പ്രവർത്തകർ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരമാക്കാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഈ ആക്ഷൻ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വർണ്ണക്കടത്തിലുള്ള പല ഗുരുതരമായ ആരോപണമുണ്ട്. ഒരു കേന്ദ്ര ഏജൻസി ഇതിൽ അന്വേഷിക്കണം ആവശ്യപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. സംസ്ഥാനം അന്വേഷിക്കട്ടെ, ഇവിടെ പോലീസ് ഉണ്ടല്ലോ. ഇവിടെ സ്വർണം കടത്തുന്നതിനെ കുറിച്ചാണെങ്കിൽ പോലീസ് ഈ പറഞ്ഞ മതി കേന്ദ്ര ഏജൻസിയൊക്കെ വേണം. കടത്തിയ സ്വർണം കട്ടതാണ് ഇവിടുത്തെ വിഷയം, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്ന സ്വർണം കട്ടെടുത്തതാണ് ഇവിടുത്തെ വിഷയം. അത് സ്റ്റേറ്റ് പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി, അത് നമുക്ക് നോക്കാം. അജിത് കുമാറിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. RSSുമായുള്ള ബന്ധം, അത് RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത്. ഇത് പി വി അൻവറിന് അത്തരമൊരു വിവരങ്ങൾ നേരത്തെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പി വി അൻവറിൻ്റെ മുന്നിൽ അത്തരമൊരു വിഷയമുണ്ടോ? അദ്ദേഹം RSSുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആർക്കും തർക്കമില്ല. അതിപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി അവർക്ക് BJPക്ക് ഒരു സീറ്റുണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കോമൺ സെൻസുള്ള, നോർമൽ കോമൺ സെൻസുള്ള ഒരു മനുഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത്? കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള സംഭവം അത് അതിന് കൂടി കണ്ടാലും കൂടി കാണാതിന് നിന്ന് കാണേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് അമേരിക്ക നടക്കുന്ന കാര്യം ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെന്താ ഈ കൂടി കാണേണ്ട കാര്യം? കൂടി കണ്ടോ എന്നുള്ളതൊരു വിഷയമേ അല്ല. കൂടി കാണാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ ശേഷിയുള്ളവരല്ലേ ഇവർ. ഒന്നാം പിണറായി സർക്കാരിൽ ആഭ്യന്തര വകുപ്പിന് ഒരു കടിഞ്ഞാൻ പാർട്ടിക്ക് മേലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു വലിയ പരാതികളില്ലാതെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും വലിയ പരാതികളിൽ മുന്നോട്ട് പോയി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന് മേൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് വീഴ്ച പറ്റിയോ കടിഞ്ഞാണ്ടിടുന്ന കാര്യം? അല്ല, പാർട്ടിക്കൊരു വീഴ്ചയും പറ്റിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാർട്ടി ഏൽപ്പിച്ച വ്യക്തിക്കാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്. അത് തിരുത്താനാണ്, അങ്ങനെ വീഴ്ച ഉണ്ട് എന്ന കാര്യമാണ് ഞാനിപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി പരിശോധിക്കും, അത് തീരുമാനം ഉണ്ടാവും. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തോടും അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ വലിയ വിശ്വാസമായിട്ട് തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24. എന്തായാലും പി വി അൻവർ ആദ്യം ചെറുതായി ഒന്ന് ഒതുങ്ങുന്നു എന്ന് തോന്നലുണ്ടാക്കിയാലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുമായി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്.